പത്തനംതിട്ട റാന്നിയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട റാന്നിയിലാണ് കാറുകൾ കൂട്ടിയിടിച്ചത്. CK അഭിലാലുണ്ട്. അഭിലാൽ, 2 പേർക്ക് പരിക്ക് എന്ന പ്രാഥമികമായ വിവരമാണ് നേരത്തെ അഭിലാൽ പങ്കുവച്ചത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഒരു വാഹനം റോങ് സൈഡിലായിരുന്നു. ഇവരുടെ പരിക്ക് എങ്ങനെയാണ്? പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ റാന്നി എത്തുന്നതിന് 1 കിലോമീറ്റർ മുൻപ് ഉച്ചയ്ക്ക് 3:20 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. ആഡംബര വാഹനമാണ് കാറുമായി കൂട്ടിയിടിച്ചത്. ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ആഡംബര വാഹനം തെറ്റായ ദിശയിലൂടെ എത്തി എതിർദിശയിൽ വന്ന വാഹനത്തിൽ ഇടിച്ചു എന്നുള്ളതാണ്. 2 പേർക്ക് ആണ് പരിക്കേറ്റത്. ഇതിൽ ഒരാൾ മരണമടഞ്ഞു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പം ലഭ്യമാകുന്നുണ്ട്. മരിച്ചയാളിന്റെയോ പരിക്കേറ്റയാളിന്റെയോ മറ്റ് വിവരങ്ങൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. പോലീസ് ഇവരെ ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയി അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റ 2 പേരെയും റാന്നി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പരിക്കേറ്റവരിൽ ഒരാൾ മരണമടഞ്ഞു. ഇവരുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ആഡംബര വാഹനം തെറ്റായ ദിശയിൽ വന്ന് എതിർദിശയിലെ കാറിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. എതിർദിശയിൽ വന്ന കാറിലായിരിക്കും സ്വാഭാവികമായി 2 പേർ ഉണ്ടായിരുന്നേ അല്ലേ? അത് അത്ര ഉറപ്പില്ലാത്ത ചെറിയ വാഹനമാണെന്ന് തോന്നുന്നു. അത് ഇടിയുടെ ആഘാതത്തിൽ ചെറിയ കാറിന്റെ മുൻവശം ഏറെക്കുറെ പൂർണ്ണമായി തകരുകയും 2 പേരും ഉള്ളിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. വഴിയാത്രക്കാരും പ്രദേശവാസികളൊക്കെയുള്ള ആളുകളും ചേർന്ന വാഹനത്തിന്റെ മുൻവശം ഫയർഫോഴ്സിന്റെ കൂടി സഹായത്തോടു കൂടി വെട്ടിപ്പൊളിച്ചാണ് അപകടത്തിൽ പരിക്കേറ്റ 2 പേരെയും പുറത്ത് എത്തിച്ചത്. പിന്നീട് ആംബുലൻസ് എത്തിച്ച് ഏറെക്കുറെ 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുന്നതിനിടെയാണ് ഒരാളുടെ ജീവൻ നഷ്ടമായത്. ശരി, റാന്നിയിലാണ് ഈ അപകടമുണ്ടായത്. പ്രധാനപ്പെട്ട ഒരു പാതയാണ്, അവിടെയാണ് അപകടമുണ്ടായത്. ഒരു വാഹനം റോങ് സൈഡ് ആയിരുന്നു എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. CK അഭിലാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.